ഇന്ന് നമ്മളൊരു നാടൻ ബീഫ് കറിയാണ് റെഡിയാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് അറിയാം, പക്ഷെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ബീഫ് കറി നാടൻ രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെതായ രീതിയിൽ ചെറിയ ചില പൊടിക്കൈകളൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1 കിലോ ബീഫ് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എപ്പോഴും നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗരം മസാല റെഡിയാക്കി എടുക്കണം. ഈ ഒരു ഗരം മസാല എന്ന് പറയുന്നത് ഈ ഒരു കറിയിലേക്ക് വേണ്ടിയിട്ടല്ല, ഏത് കറിക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഗരം മസാല പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പിന്നെ ഒരു ചെറിയ പീസ് ജാതിപത്രി എടുത്തിട്ടുണ്ട്. ഇതെടുക്കുന്ന സമയത്ത് കുറച്ച് മതി. ജാതിപത്രിയുടെ ഒന്നും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവ് ഞാൻ ടെക്സ്റ്റിൽ കൊടുക്കാം. ഈ രീതിയിൽ ഗരം മസാല ഉണ്ടാക്കുന്ന സമയത്ത് ജാതിക്ക, ഷാജീരകം അതുപോലത്തെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ബിരിയാണി മസാല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് എല്ലാ കറികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗരം മസാല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടത്. ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടാറുന്ന സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു പ്രഷർ കുക്കറിലാണ് ആദ്യം ബീഫ് കുറച്ച് വേവിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കറി റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തിട്ടാണ് നമ്മൾ ബീഫ് കറി റെഡിയാക്കുന്നത്. 1 കിലോ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ കറി റെഡിയാക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫ് എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മൊത്തത്തിലുള്ള മസാലപ്പൊടികളുടെ അളവ് എന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത്യാവശ്യം എരിവുള്ള ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ബീഫ് മസാല ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീഫ് മസാല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ആദ്യം ബീഫ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മസാലപ്പൊടികളുടെയൊക്കെ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കണം. ബാക്കി പകുതി മസാലപ്പൊടികൾ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്താണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിടായിരിക്കും നല്ലത്. കാരണം നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് കൂടുതൽ ചൂട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ടേസ്റ്റിലൊരു ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എണ്ണയിലേക്ക് പൊടികൾ ഇടുന്ന സമയത്ത് കറക്റ്റ് ചെറിയൊരു ചൂട് എണ്ണയ്ക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. ഈ മസാലപ്പൊടിയുടെ കൂടെ തന്നെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല, ആ ഒരു ചെറിയ ചൂടിൽ തന്നെയാണ് എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കറിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടും. അതായത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ മസാലപ്പൊടികളൊക്കെ പച്ചയ്ക്ക് ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും വറുത്ത് ചേർക്കുന്ന സമയത്ത്. ചെറിയ ചൂടിൽ പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത്, അത് വറുത്ത് വരുന്ന സമയത്താണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള 1 കിലോ ബീഫ് ചേർത്ത് കൊടുക്കുക. സാധാരണ കറിക്ക് മുറിച്ചെടുക്കുന്ന പോലെ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വലിയ പീസാവാത്തതാണ് നല്ലത്. ഇതുപോലുള്ള പീസുകളാക്കി മുറിച്ചെടുക്കുക. കുറച്ചൊരു എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത് ഇനി നമുക്ക് ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഒരു ഇത്തിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഉലുവ ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുക. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ എപ്പോഴും ഉലുവ ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുക, കൂടുതൽ വേണ്ട. പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതായത് ബീഫിൻ്റെ ഒരു 90% ഇതിൽ വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ അതിൽ കിടന്ന് വെന്ത് വരണം. അപ്പോഴാണ് നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇനി അതെല്ലാം മുഴുവനായിട്ടും അടുപ്പിലൊക്കെ വെച്ച് വേവിച്ച് ഫുള്ള് പാത്രത്തിൽ തന്നെ ഇട്ട് വേവിക്കാൻ താല്പര്യമുള്ളവർക്കാണ്, സൗകര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രഷർ കുക്കറിൽ ബീഫ് വെക്കുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് പ്രശ്നമുണ്ട്, എന്നാലും കൂടുതലില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്, അതായത് ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും. അതുപോലെ ഇഞ്ചിയുടെ അളവ് എന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് ഇഞ്ചി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഈ ഒരു കറിയിലേക്കൊക്കെ വേണ്ടി എടുക്കുമ്പം എപ്പോഴും നല്ല നാടൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നാടൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കറിക്ക് ശരിക്കും നല്ല നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഈ ഒരു അളവിൽ തന്നെ എടുക്കണം കേട്ടോ. നല്ല കറക്റ്റ് ഒരു രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ വേണം. ഇനി ഇത് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. ഓയിൽ എടുക്കരുത്. വെളിച്ചെണ്ണയിൽ ബീഫ് കറി ഉണ്ടാക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒന്ന് ചതച്ചത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഉള്ളിയുടെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതോടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വറ്റൽമുളക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ ഏറ്റവും നല്ലത്. ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കൊരു മീഡിയം സൈസുള്ള 2 സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. 1 കിലോ ബീഫിലേക്ക് നമ്മൾ 2 സവാളയാണ് കേട്ടോ എടുക്കുന്നത്, കൂടുതൽ എടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3-4 പച്ചമുളക് ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് എടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ വറ്റൽമുളക് കുരുമുളക് പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ബീഫ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് കറക്റ്റ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ നമ്മൾ ആദ്യം ചേർത്തിൽ നിന്ന് പകുതി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ബീഫ് മസാല കുറച്ചെടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ, വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ആദ്യം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല, ആ ഗരം മസാല എന്തായാലും വേണം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല ഒരു മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. 1 കിലോ ബീഫിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുള്ളൂ. ബീഫ് കറിയിൽ തക്കാളി കൂടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വഴന്ന് റെഡിയായി കിട്ടും. തക്കാളിയൊക്കെ അത്യാവശ്യം വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ ഒരു ഗ്രേവിയോട് കൂടെ തന്നെ ഈ ഒരു ഉള്ളി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫ് ഉള്ളി മസാല എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എല്ലാം മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചൂടുവെള്ളം. തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. കറി ഏകദേശം ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും, നല്ല രുചി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ഇത്തിരി കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. കാരണം ഇതിൽ കിടന്നിട്ട് ബീഫിൻ്റെ ഒരു 10% കൂടെ വെന്ത് വരാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്രേവി കുറച്ചങ്ങ് വറ്റിക്കോളും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ കിടന്ന് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെയാണ് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി. വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതെന്ന് വെച്ചാൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്. വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് പറ്റും. ഇനി ഇത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക. ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് എത്രത്തോളം വെന്ത് വരണം അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി കറക്റ്റ് നല്ല പാകമായി വന്നിട്ടുണ്ട്, നല്ല പാകം വേവായി വന്നിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ചില പൊടിക്കൈകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിലായിട്ടുള്ള ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത്രയ്ക്ക് ഗ്രേവിയാണ് ഇപ്പം ഈ ഒരു കറിയിലുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതിയാക്കും.
ഈ ഒരു കറി നമുക്ക് നല്ല ചൂടുള്ള നെയ്ച്ചോറ് അല്ലെങ്കിൽ അപ്പം, ചപ്പാത്തി, പൊറോട്ടയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഞാനിവിടെ ഇപ്പോൾ തേങ്ങാച്ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു കറി കഴിക്കുന്നത്. ശരിക്കും തേങ്ങാച്ചോറും ബീഫ് കറി നല്ല കോമ്പിനേഷനാണ്. തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്